അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് നമ്പർ 91. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ജലസ ഫീ മജ്ലിസിൻ യക്സുറു ഫീഹി ലഗതുഹു. ഒരാൾ ഒരു സദസ്സിലുണ്ട്, ആ സദസ്സിൽ വേണ്ടതും വേണ്ടാത്തതുമായ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള ദിക്റും ദുആവുമല്ല, മറ്റു വല്ല സംസാരങ്ങളൊക്കെ സംസാരിക്കുന്ന മജ്ലിസ്, അതല്ലെങ്കിൽ അത്തരം സംസാരങ്ങൾ കൂടുതലുള്ള ഒരു മജ്ലിസ്, ഒരു സദസ്സ്. നമ്മളിപ്പോൾ ചെറിയൊരു പാർട്ടി സംഘടിപ്പിക്കുന്നു, അതല്ലെങ്കിൽ നാലാൾ കൂടി വെറുതെ സംസാരിക്കുന്നു, ഒരു മീറ്റിംഗ് നടക്കുന്നു. അങ്ങനെ ചെറിയ രൂപത്തിൽ രണ്ടോ രണ്ടിലധികമോ പേര് ഒന്നിച്ചിരുന്ന് വല്ല സംസാരവും സംസാരിച്ച് അവിടുന്ന് ഖബ്ല അൻ യഖൂമ മിൻ മജ്ലിസിഹി, ആ സദസ്സിൽ നിന്നും പിരിയുന്നതിന് മുമ്പായിട്ട് ഇനി പറയാൻ പോകുന്ന ദിക്ർ ഏതാണത്? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ ഇല്ലാ ഗുഫിറ ലഹു മാ കാന ഫി മജ്ലിസിഹി ദാലിക്, ആ മജ്ലിസിൽ എന്ന് പറഞ്ഞാൽ അവിടെ ആ നടന്ന മീറ്റിങ്ങിൽ, ആ നടന്ന ചർച്ചയിൽ, ആ നടന്ന ഇരുത്തത്തിൽ നടന്ന വിഷയങ്ങൾ, സംസാരങ്ങൾ, ആ സംസാരത്തിലുണ്ടായ എന്തെല്ലാം തെറ്റുകളുണ്ടോ അതൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതൊരു സദസ്സ് എന്ന് പറയുമ്പോൾ ഔദ്യോഗികമായി വിളിക്കുന്ന മീറ്റിങ്ങുകളും ഔദ്യോഗികമായി നടക്കുന്ന വലിയ വലിയ വിഷയങ്ങളല്ല, മറിച്ച് വീടകങ്ങളിൽ ഫാമിലികൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നു, സുഹൃത്തുക്കൾ ബസ് സ്റ്റോപ്പിലും മറ്റുമൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു. ഏതൊരു സ്ഥലത്താണെങ്കിലും രണ്ടിലധികം സുഹൃത്തുക്കൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പിരിയുമ്പോൾ, അത് വലിയ വലിയ മീറ്റിങ്ങുകളാണെങ്കിലും എവിടെയാണെങ്കിലും ആ സദസ്സ് പിരിയുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് പറഞ്ഞാൽ ആ സദസ്സിൽ ഉണ്ടായ സംസാരത്തിലോ മറ്റോ ഉണ്ടായ എല്ലാ പിഴവുകളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. അതൊരു പ്രായശ്ചിതമാണ്. ഇനി ഒരാൾ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഉദാഹരണം നല്ല ദിക്റിൻ്റെ മജ്ലിസായിരുന്നു, നല്ല ഖുർആൻ പാരായണം ഓതാൻ ഇന്ന് മജ്ലിസായിരുന്നു, ആ മജ്ലിസ് പിരിയുമ്പോൾ ഈ ദിക്ർ ചൊല്ലിയാലോ? പണ്ഡിതന്മാർ പറയുന്നു, ആ ദിക്ർ കാരണമായിട്ട് ആ മജ്ലിസിൽ ചൊല്ലിയ എല്ലാ ഇബാദത്തുകൾക്കുമുള്ള ഒരു ശീലായത് പരിഗണിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും പാഴാകാതെ അത് കൃത്യമായിട്ട് പടച്ചവൻ്റെ അടുത്തേക്ക് എത്തുകയും നമുക്കത് കൃത്യമായി മരിച്ചതിന് ശേഷം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. കാന താബിഅൻ, അതൊരു ശീലായി പരിഗണിക്കുമെന്ന് ഹദീസിൽ കാണാം. ഏതായാലും നമ്മളിത് പതിവാക്കണം. ഈ ദിക്ർ ഏതൊരു സദസ്സ് പിരിഞ്ഞതിന് മുമ്പായിട്ട് ഇത് ചൊല്ലുന്ന ഒരു ശൈലി നാം ഉണ്ടാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.